ഇല്ല നീ അതിന് വണ്ടി ഭയങ്കര സൈലൻ്റ് ആണ്, പക്ഷെങ്കിൽ വണ്ടി സ്വന്തമായിട്ട് അനോയിങ് ആണ്. അത് കീ ഓഫായി കിടക്കുന്നുണ്ടോ? പിന്നെ ഓണാക്കി കിടക്കണോ? ഓണായി കിടന്ന ഓണടിയൊന്നും കേൾക്കത്തില്ല. ആണോ? ഓക്കെ, ബാ പരിപാടി വാങ്ങാം. ഓക്കെ, അങ്ങനെ ഫൈനലി ഒരു പ്രോപ്പറായിട്ടുള്ള ഇലക്ട്രിക് ബൈക്ക് നമ്മുടെ ചാനലിൽ വന്നിരിക്കുകയാണ്. യെസ്, ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി വി ഹാവ് ആൻ അൾട്രാ വയലറ്റ് motorcycle on our channel. This is the all new ultraviolet X47 Recon. സിംഗ. അപ്പോൾ അങ്ങനെ ഈ വണ്ടി വന്നേക്കുവാണ്. പക്ഷേ പ്രശ്നം ഇതാണ്, ഭയങ്കര ചെറിയ ടൈമേ വണ്ടി നമ്മുടെ കിട്ടിയിട്ടുള്ളൂ. അതാണ് അതുകൊണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ കേപ്പബിലിറ്റീസ് അങ്ങോട്ട് മൊത്തം എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടില്ല. പക്ഷേ കിട്ടിയ അത്ര ടൈം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അതൊരു രക്ഷയില്ല. ഇതൊരു 5 കിലോമീറ്റർ നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വൗ ഈ ഒരു ഫീല് ആരുടെ ആണെങ്കിലും മനസ്സിലും. അൾട്രാവയലറ്റ് F77 ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഏകദേശം അങ്ങനല്ലേ? സെയിം ആ ഒരു വൗ ഫീല് കിട്ടും. പക്ഷേ അത് എല്ലാവർക്കും പറ്റിയ വണ്ടിയല്ല. ഇല്ല, അത് നല്ല ഒരു അഗ്രസീവ് ആയിട്ടുള്ള സീറ്റിംഗ് സ്റ്റാൻസ് അതിന് വരുന്നത്. അപ്പം അത് നിനക്ക് ഇച്ചിരി വണ്ണവും വലിയ സൈസൊക്കെ ഉള്ള ആളാണെന്ന് നീ അത്ര കംഫർട്ടബിൾ ആയിരിക്കും, കാരണം വെയിറ്റും കാര്യങ്ങളില്ല. പക്ഷേ ഇച്ചിരി ഫിറ്റാണ്, ഇച്ചിരി നിമ്പിൾ ആളായിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ലോങ് അവേഴ്സ് എന്തായാലും പാടായിരിക്കും, പക്ഷേ ഓടിക്കുന്ന സമയത്ത് ഫണ്ണാണ്. ഒന്നാമത്തെ കാര്യം അങ്ങ് കൺഫ്യൂസ്ഡ് ആണ്. ഈ വണ്ടിയിൽ എന്തോ ചോദിക്കണം, എന്തോ പറയണം. എഞ്ചിനില്ല, മോട്ടറാണുള്ളത്. അപ്പോൾ എത്രത്തോളം വൈബ്രേഷൻ ചെയ്യും, ഏത് RPM അത് ഏത് ഗിയറിലാണ്, ലോങ് സ്ട്രോക്ക് ആണോ ഷോർട്ട് സ്ട്രോക്ക്, അങ്ങനൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അല്ലാതെ മീൻസ് വണ്ടി എങ്ങനെയുണ്ട് ഓടിക്കുമ്പോഴും എർഗണോമിക്സ് വൈസും ഈ പറയുന്ന പോലെ സസ്പെൻഷൻ കാര്യങ്ങൾ ഡെയിലി ഒരു കമ്മ്യൂട്ടർ വണ്ടിയായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ആസ്പെക്റ്റും കൂടെ നോക്കിയിട്ട് അത് പറ. ഒന്നാമത്തെ കാര്യം, ആദ്യം അവരിറക്കിയ F77 അത് ഈ പറഞ്ഞ പോലെ അഗ്രസീവ് റൈഡിങ് പോസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും അങ്ങോട്ട് ചേരുന്നില്ല. എന്നാൽ പോട്ട് കുറച്ചുകൂടെ കംഫർട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ F77 തന്നെ സ്ട്രീറ്റ് ഇറക്കി. സ്ട്രീറ്റ് നിനക്ക് കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ടാണ് നീ ഇറക്കുന്നത്. എന്നാലും നിനക്കൊരു പ്രോപ്പർ ഒരു ടൂറിങ്ങിന് പറ്റിയൊരു സെറ്റപ്പ് അല്ല അത്. കാരണം നിനക്ക് ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി കുറവാണ്, അതിനകത്ത് പില്ലണ ഇരുത്താൻ നിനക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല. ഈവൻ റൈഡർ സീറ്റ് ആണെങ്കിൽ കൂടി നിനക്ക് അത്രയ്ക്ക് ലോങ് അവേഴ്സ് ട്രാവൽ ചെയ്യാനും വേണ്ട നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചുകൂടെ സ്പോർട്ടി മോഡലാണ്. ഇതെല്ലാം അങ്ങോട്ട് പരിഹരിച്ചുകൊണ്ട് ഇന്നാ പിടി നീ എന്നും ഓടിക്കുന്ന ഓടിയിട്ട് നിനക്ക് ലഡാക്ക് പോകണം, ലഡാക്ക് പോകുന്ന നീ ഓഫ് റോഡ് പോകുന്ന പറഞ്ഞാൽ ഇറക്കിയ സാധനമാണ് ഇരിക്കുന്നത്. സോ ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട്, ഇതിൻ്റെ എർഗണോമിക്സ്, ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, പില്ലൺ കംഫർട്ട് എല്ലാം അതിനനുസരിച്ച് വന്നേക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം നമ്മൾ ഒത്തിരി ലോങ് ഓടിക്കാത്തതുകൊണ്ട് എത്ര നേരം അല്ലെ എത്ര കിലോമീറ്റർ ഇതിലിരിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇരുത്തം വെച്ചിട്ട് ഞാൻ പറയാണ്, നിനക്ക് അത്യാവശ്യം ലോങ് ടൂറിങ് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. കാരണം നീ നല്ല നൂന്നായിരിക്കുന്നത്, നല്ല വൈഡ് ഹാൻഡിൽ ബാർ ആണ്, സീറ്റിന് നല്ല സപ്പോർട്ടുണ്ട്, ബാക്കിലോട്ട് ഇറങ്ങി ഇരുന്ന് നല്ല സപ്പോർട്ട് ഇടുന്നുണ്ട്. എങ്ങനെയുണ്ട് പുറകെ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല സ്ഥലമുണ്ട്, നല്ല റൂമുണ്ട്, എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. എൻ്റെ എന്താ നിതംബോ ചന്തി എന്നൊക്കെ പറഞ്ഞാൽ ചന്തി കറക്റ്റ് ഇതിനകത്ത് ഫിറ്റ് ആവുകയും ചെയ്യും. കൂടാതെ എൻ്റെ ബാക്കിലെ ലഗേജിന് ഒരു സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇതിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മറ്റേ ബോക്സ് കിക്സ് പരിപാടി എല്ലാം വെക്കാൻ പറ്റും, ആക്സസറീസ്. ബൈ സ്റ്റോക്ക് അത്യാവശ്യം മീൻസ് ബേസ് ആയിട്ട് ഇത് തന്നെ എടുത്തു കഴിഞ്ഞാലും സുഖമായിട്ട് പോകാൻ പറ്റും രണ്ടുപേർക്ക്, ഒരു കുഴപ്പമില്ല. അതാണ് വണ്ടി മെയിൻ ഉദ്ദേശിക്കുന്ന സാധനം. ഒരു ക്രോസ് ഓവർ എന്ന് പറയുന്ന ഒരു സാധനം, ലൈക്ക് നിനക്ക് ക്രോസ് കൺട്രി ടൂറിങ്, ലോങ് ട്രാവലിംഗ് അങ്ങനത്തെ സാധനങ്ങളാണ്. പക്ഷേ പ്രൈമറി ആയിട്ട് അവർ ഇതിനെ കണ്ടിരിക്കുന്ന ഒരു സിറ്റി റൈഡിങ് മെഷീൻ ആയിട്ടാണ്. അതിപ്പോൾ ഹിമാലയം പോലത്തെ ഒരു വണ്ടികളോടൊക്കെ നീ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും ഹൈവേസിലാണ് കംഫർട്ടബിൾ. ഇതങ്ങനല്ല, ഇത് നിനക്ക് സിറ്റിയിലും പൊളിയാണ്, എന്നാൽ ഹൈവേ ഇറക്കി കളിക്കുകയും ചെയ്യാം. ആണോ? അത് പട്ടക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെ പോകാൻ പറ്റും ഹൈ സ്പീഡിൽ. രണ്ട് കാര്യമുണ്ട്, ഒന്ന് നിനക്ക് ഇൻസ്റ്റന്റ് ടോർക്ക്, രണ്ട് ഇതിന്റെ ഹാൻഡ്ലിങ്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു വണ്ടിയായിരുന്നു, നല്ല വെയിറ്റ് ഉണ്ട് കമ്പാരിറ്റീവ്ലി. ഈ ഒരു സൈസിൽ വരുന്ന മറ്റ് ADVs ഒക്കെ എടുക്കുക അതിനേക്കാളൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിനാണ്. ബാറ്ററി പാക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ ആ വെയിറ്റ് നിനക്ക് കോമ്പൻസേറ്റ് ആവുന്ന ആ ഒരു ടോർക്കാണ്. പിന്നെ ഇതിൻ്റെ ആ ഈസ് ഓഫ് ഹാൻഡ്ലിംഗ് ആണ്. ഇതിൻ്റെ ഷാസി, സസ്പെൻഷൻ, ബ്രേക്ക് ട്രെയിൽ, മറ്റേ മാടാകൂട, വീൽ ബേസ് എല്ലാവരും നല്ല പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇതിനെ ഒരു വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഫീൽ വരത്തില്ല ടൈറ്റ് സ്പേസസ് കൂടെ പോകുമ്പോൾ. അതുപോലെയാണ് പവർ മോഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം വരുന്നുണ്ട്. മറ്റേ ബാലിസ്റ്റിക്, കോമ്പാക്ട്, ഗ്ലൈഡാണ് ഏറ്റവും ലീസ്റ്റ് പവർഫുൾ. അതിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു അപ് ടു 150cc 200cc ബൈക്കിന്റെ ഒക്കെ ഒരു പവർ വരെ വരുന്നു. ഹൈവേ നിനക്കൊരു 10-75-80 കിലോമീറ്റർ ഒക്കെ നല്ല സ്ട്രെച്ച് ഉണ്ട് വരെ. അത് ലോക്ക് ഓൺ ആവുകയാണോ? അത് സ്പീഡും പവറും അവിടെ ലിമിറ്റഡ് ആണ്. അതായത് നിനക്ക് പുഷ് ചെയ്യണമെങ്കിലും പുഷ് ആവത്തില്ല. കൈ കൊടുത്താൽ ഒരു സ്കൂട്ടർ അല്ലെ ഒരു 150cc ബൈക്ക് എടുക്കുന്നത് എങ്ങനെ ആ ഒരു ലാഗിലെ വണ്ടി എടുക്കത്തുള്ളൂ. സ്പീഡ് ആണെങ്കിലും തന്നെ ഒരു 80 വരെയൊക്കെയാണ് മാക്സിമം. അതിൽ നിന്ന് നീ കോമ്പാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് മിഡിൽ സാധനം. കോമ്പാക്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടോർക്ക് ഫീൽ വരും. അതായത് ഒരു 390 പോലത്തെ ഒരു വാഹനങ്ങളൊക്കെ ടോർക്ക്, ആ ഒരു ടോർക്ക് ബാലിസ്റ്റിക് പോകുമ്പോൾ 390ക്ക് മേളിലാണ്. അതൊരു പ്രോപ്പർ നീ ഒരു മിഡിൽ വെയിറ്റ് സൂപ്പർ ബൈക്കിന്റെ ഒക്കെ ഒരു ഫീൽ തരുന്നുണ്ട്. ആ ഒരു ടോർക്ക് 650cc കാറ്റഗറിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഇൻലൈൻ 4 പോലത്തെ ഒക്കെ സിമിലർ ടു ആ ഒരു ഫീൽ എന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ആ ഒരു ആക്സലറേഷൻ സിമിലർ കൈൻഡ് ഓഫ് എഞ്ചിൻ ഇല്ല ഗൈസ്. പക്ഷേ ഈ ഇലക്ട്രിക്കിന്റെ ഫീൽ വരുന്നുണ്ട്, അത് ഞാൻ പറയാം.
അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ആക്സലറേഷൻ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സ്പീഡ്. നിനക്ക് ബലിസ്റ്റിക്കിലാണെന്നുണ്ടെങ്കിൽ ഈസി 100-ലൊക്കെ ക്രൂസ് ചെയ്യാം, 100 മേളിലോട്ടും ക്രൂസ് ചെയ്യാം. പിന്നെ ഇതിന് മറ്റേ എഞ്ചിൻ സ്ട്രെസ് ആവൽ പരിപാടികളൊന്നുമില്ല. സോ നീ ഫുൾ മാക്സ്ഡ് ഔട്ട് പിടിച്ചാലും ഇതിന് 145 കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡ്, ആ ടോപ്പ് സ്പീഡ് വേണമെങ്കിലും നിനക്ക് പിടിച്ചോടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IC എഞ്ചിനകത്ത് വരുന്ന കൂട്ട് സിറ്റി, സ്ട്രീറ്റ്, റേസ് മോഡ് ഈ പറയുന്ന കൂട്ടാണ് ഇതിനകത്ത് പോയേക്കുന്നത്. സിമിലർ ആണ്, മോഡ്സ് ആണ് പോയത്. പേര് കേൾക്കുമ്പോൾ ഇച്ചിരി ഫൈറ്റർ ജെറ്റ് ആ ഒരു സംഭവങ്ങളിൽ നിന്നൊക്കെ കോമ്പാക്ട് ഗ്ലൈഡ് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ആ പേര് ഇൻസ്പയർ ആക്കി ഇടുന്നതുകൊണ്ടാണ്. സംഭവം സിറ്റി, സ്ട്രീറ്റ്, സ്പോട്ട് ആ ഒരു സംഭവം തന്നെ. പക്ഷേ സ്പോട്ടിൽ നിനക്ക് നല്ല അഗ്രഷൻ കിട്ടും, നല്ല അഗ്രഷൻ. ഇപ്പൊ ഈ ഒരു ടെറൈനിലൊക്കെ നീ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കി ചുമ്മാ എടുത്താൽ വേണ്ടി വീൽ ബാക്ക് വീൽ കാപ്പി കളിക്കും, രസമാണ് സാധനം. മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ട്രാക്ഷൻ കൺട്രോൾസ് കിട്ടുന്നുണ്ട്, സ്വിച്ചബിൾ ആണ്, ഓഫ് ആക്കി ഇടാൻ നിനക്ക്. അതുപോലെ തന്നെ നിനക്ക് ABS-ഉം 2 മോഡ് വരുന്നുണ്ട്, സിംഗിൾ ചാനൽ ആണെങ്കിൽ ഡുവൽ ചാനലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റീജൻ വരുന്നുണ്ട്. റീജൻ നമുക്കിപ്പോൾ നോക്കാൻ പറ്റില്ല, അത് 80% താഴെ ചാർജ് പോയാലേ റീജൻ വർക്ക് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് 9 ലെവൽ ഓഫ് റീജൻ അവൈലബിൾ ആണ്. അത് മീൻസ് അത് എഞ്ചിൻ ബ്രേക്കിംഗ് ആയിട്ടല്ലേ ഉദ്ദേശിക്കുന്നത്? എഞ്ചിൻ ബ്രേക്കിംഗ് പ്ലസ് നിനക്ക് ആ റീജനറേറ്റീവ് നിന്റെ ബാറ്ററിയിലോട്ട് തിരിച്ച് ചാർജ് കയറും. അല്ല, ഇതിൽ ഈ വണ്ടിയുടെ കാര്യത്തിൽ അത് ഭയങ്കര വർക്കൗട്ട് ആവുന്നുണ്ട്. കാറിലാണ് ഇതിലും വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ ലെവൽ 10 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ, ലെവൽ 10 ഇല്ല, 9 0 to 9 ആണ്. ഓക്കെ, 9-ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പക്ക 9 ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് ബ്രേക്ക് അത്യാവശ്യം ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, ത്രോട്ടിൽ റോൾ ഓഫ് ചെയ്താൽ തന്നെ നല്ലപോലെ ഡീസലറേറ്റ് ആവും. ആ ടൈമിൽ ഈ പറയുന്ന രീതിയിൽ എനിക്ക് കിട്ടുമോ? കിട്ടും, നല്ലപോലെ കിട്ടും. അത് നീ ലൈനിൽ ഇട്ട് ഓടിച്ചാലേ കിട്ടുമെന്നുള്ള നിന്റെ റൈഡിംഗ് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നീ ഇപ്പോൾ നിനക്ക് നിന്റെ ഒരു സ്വീറ്റ് സ്പോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നീ ഹൈവേ കൊടുത്തു വിടുമ്പോഴത്തേക്ക് ആ ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് കിട്ടും, കൂടെ റീജനറേറ്റീവും കിട്ടും. ഒരുപാട് വലിയ ഡിഫറൻസ് വരും എന്നല്ല പറയുന്നത്. 10, 20, 25 കിലോമീറ്ററിൽ വ്യത്യാസം വരും. അത് സെൻസിബിൾ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാണ്ട് കറക്റ്റായിട്ട് നീ ഈ ലെവലിൽ ഇട്ടാൽ ഇത്രയും റീജൻ കിട്ടും അങ്ങനല്ല. റീജൻ ആക്ച്വലി ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് വിചാരിച്ചിരിക്കുന്നത് എഞ്ചിൻ ബ്രേക്കിങ്ങിന്റെ ലെവൽ എത്രത്തോളം കൂട്ടാൻ പറ്റും എന്നുള്ളത് മാത്രം ഇത്. അല്ലാതെ ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ളതിന് എനിക്കൊരു എക്സ്പെക്ടേഷൻസ് ഇല്ല. മെയിനായിട്ട് നിനക്ക് എഞ്ചിൻ ബ്രേക്കിന്റെ ഫീൽ കിട്ടുക. ഇപ്പോൾ ഇത്ര നേരം എഞ്ചിൻ ബ്രേക്കിംഗ് ഇല്ലാണ്ടാണ് ഞാൻ ഓടിച്ചത്. ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഒരു ചെറിയ നമുക്കൊരു ഫ്രീ ആയിട്ട് റൺ ചെയ്യുന്നതിൻ്റെ ഒരു, കാരണം ബ്രേക്കിൽ മാത്രമാണ് അവർ റിലേ ചെയ്യുന്നത്. ആ ബാക്ക് ബ്രേക്ക് വെറുതെ മരവാ, അറിയത്തില്ല ചവിട്ടിയിട്ട്. സ്ലോ സ്പീഡ്സ് ഒരു 40 താഴെയൊക്കെ ചവിട്ടിയാലേ നിനക്ക് അതിന്റെ റെസ്പോൺസ് അറിയാം. അതിന് മണ്ടക്കോട്ട് ചവിട്ടി കഴിഞ്ഞാൽ ഒന്നും അറിയാനില്ല. ഒന്നാമത്തെ കാര്യം ക്ലച്ച് പിടിക്കുന്നിടത്ത് ക്ലച്ചില്ല, ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ഒന്ന് മാന്തും. ബട്ട് ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആണ്. പക്ഷേ സസ്പെൻഷൻ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നിനക്ക് പിന്നെ ടയറും ഇച്ചിരി റോഡ് ഗ്രിപ്പ് വേണം. ഇപ്പോൾ ഒരു MRF റെഫ്സി ഓൾ ടെറൈൻ ടയർ അവിടത്തേക്കുന്നത്. എന്ന് വെച്ചാൽ മോശം ആണോ? മോശം എന്നല്ല, ഇതൊരു ഡീസെൻ്റ് ആണ്. ബട്ട് ഇതിന്റെ ഫുൾ പെർഫോമൻസ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്റ്റിക്കി ടയർസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഏത് ഈ പറയുന്ന പോലെ അപ്പോളോ ഏതാണ് ഇടാ. ഇപ്പോൾ റോഡിൽ ഓടിക്കുന്ന പോലെ അല്ലെ ഓൾ ടെറൈൻ കുറച്ചുകൂടെ ബെറ്റർ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ടയർസ് ആയാലും ഇട്ടാൽ. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്നത് ഒരു എല്ലാത്തിൻ്റെയും കൂടെ ഒരു ബാലൻസ് ആണ്. നിനക്ക് ഇച്ചിരി ലോങ് ലൈഫ് കിട്ടുക, നിനക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഇറക്കിയാലും ഗ്രിപ്പ് കിട്ടുക, റോഡിലും അത്യാവശ്യം ഡീസൻറ്റ് ഗ്രിപ്പ് തരിക എന്നുള്ളത് തന്നെയാണ്. നീ ഒത്തിരി അങ്ങ് അഗ്രസീവായിട്ട് പ്രാന്ത് കയറി ഓടിച്ചാൽ മാത്രമുള്ള അത് അത്ര പോരാന്നുള്ളൊരു ഫീൽ വരുന്നത്. അല്ലാത്ത പക്ഷം പെർഫെക്റ്റ് ആണ്. അല്ല, ഈ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് അതെങ്ങനെ പ്രോപ്പർ സെറ്റ് ആണോ തന്നേക്കുന്നത്? നമുക്ക് 320 mm ഡിസ്കാണ്, റേഡിയൽ മൗണ്ടർ കാലിപ്പറാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉണ്ട്, നല്ല ബൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. റേഞ്ചിന്റെ കാര്യത്തിലല്ല, എല്ലാവർക്കും ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞാൽ ആദ്യം അറിയേണ്ട റേഞ്ചാണ്. ഇതുവരെ ആ പേടി മാറിയിട്ടില്ല. 2 ബാറ്ററി പാക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ 10 kWh അവരുടെ ഏറ്റവും വലിയ ബാറ്ററി പാക്ക് ആണ്. പിന്നെ ഉള്ളത് 7.1-ന്റെ 7.1 ആണ് ഈ ബേസ് വേരിയൻസിൽ വരുന്നത്. ടോപ്പ് വേരിയന്റിലാണ് 10 വരുന്നത്. 10-ന് നിനക്ക് ഏറ്റവും കൂടിയത് 364 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച് വരുന്നത്. മറ്റേതിന് വരുന്നത് 211 റേഞ്ചും വരുന്നുണ്ട്. കൂടുതൽ നിനക്ക് സിറ്റി യൂസ് ആണ്, നീ ഒക്കേഷണലി വീക്കെൻഡ് മറ്റേ ടൂറിംഗ് പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ബേസ് തന്നെ എടുത്താൽ നല്ലൊരു പ്രൈസ് പോയിന്റിലാണ് വരുന്നത്. അണ്ടർ 3 lakh ആണ് ഷോറൂം വരുന്നത്. സോ നിനക്ക് ഓൾമോസ്റ്റ് ഒരു 3.5 lakhs ഓർ 3.25 ഓൺ റോഡ് ഇറക്കാൻ പറ്റും. അതിനുള്ളിൽ നിനക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. അത് നല്ലൊരു ഡീലാണ്. ഈ വണ്ടിയുടെ പെർഫോമൻസ് ഇതിന്റെ ഫീലിനൊക്കെ വെച്ചിട്ട് പെർഫോമൻസിനകത്ത് വ്യത്യാസമില്ല, സെയിം റേഞ്ച് കുറഞ്ഞേ ഉള്ളൂ. ഇല്ല, പെർഫോമൻസിൽ ഒരു 100 Nm വ്യത്യാസമുണ്ട് ടോർക്കിൽ. അതിനൊരു 650 ഉണ്ട്, ഇന്നൊരു 550 എന്നുള്ള ഒരു റേഞ്ച് ആണ്. അതല്ല, ഈ നമ്മുടെ ബാക്ക് ടയറിലോട്ട് എത്ര കിട്ടും? അതാണ് ബാക്ക് ടയർ കിട്ടുന്ന ടോർക്കാണ് അവർ റേറ്റ് ചെയ്തേക്കുന്നത്. 500 എന്ന് പറഞ്ഞാൽ നീ ഇപ്പം നീ ഇതുപോലെ സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് 500-ൻ്റെയും ഫീൽ കിട്ടും. പക്ഷെ നീ ഓടിക്കുമ്പോൾ അങ്ങനല്ല. നീ തിരിച്ചു പറഞ്ഞാൽ 500 ഇന്നാ പിടിച്ചോ ലംബോർഗിനിയുടെ പവറെന്ന് പറഞ്ഞല്ല തരുന്നത്. നല്ലപോലെ ഇതിനെ വെച്ചിട്ട് അവരെന്തോ ഫ്ലൈറ്റ് കെട്ടി വലിക്കുകയോ ട്രക്ക് കെട്ടി വലിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ വലിക്കാൻ പറ്റും. അവിടാണ് അത് യൂസ് വരുന്നത്. അല്ലാണ്ട് രണ്ടുപേരുന്ന് മര്യാദയ്ക്ക് കൈ കൊടുത്ത് പോകുന്നത് ഒരിക്കലും 550 അപ്പോൾ ഇന്നാ പിടിച്ചോ നിന്റെ ടോർക്കെന്ന് തരത്തില്ല. വേണ്ട സാഹചര്യങ്ങൾ, നല്ല സ്റ്റീപ്പ് നീ കയറ്റം കയറാണ്, നീ ഫുള്ളി ലോഡുണ്ട്, ഒരു വിഷയമില്ലാണ്ട് ഈസി ആയിട്ട് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് തന്നെ വണ്ടി തന്നെയാണ് തരുന്നത്. നിനക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. 500 കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ റേറ്റഡ് പീക്ക് ടോർക്കാണ് 650 Nm എന്നൊക്കെ പറയുന്നത് റിയർ വീലിൽ.
മോട്ടോർ ജനറേറ്റ് ചെയ്യുന്നതല്ല, റിയർ വീലിൽ അവർ റേറ്റ് ചെയ്തേക്കുന്നതാണ്. അത് എന്നും പറഞ്ഞ് നീ എടുത്ത് വെച്ച് അങ്ങോട്ട് ഓടിക്കി തുടങ്ങുമ്പോഴേ അത് തരിക എന്നുള്ളതല്ല. സിറ്റുവേഷൻ നോക്കി, ലോഡ് നോക്കി ആ മോട്ടറിന് അത്രയും കൊടുക്കാൻ പറ്റും റിയർ വീൽ. അത്രേ ഉള്ളൂ. എന്ന് വെച്ച് ഒന്ന് പിഴപ്പേട് കാണിക്കാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെടുവോ? എങ്ങനെ പെടാൻ? ഇല്ല ഒന്നുമില്ല. ഇല്ല ഇവിടൊക്കെയാണ് ചിലപ്പോൾ അല്ല റോഡിൽ തന്നെ. ഇല്ല, റോഡിൽ അങ്ങനെ കൺട്രോൾഡാണ്. അത് ആദ്യം അത്രയും ടോർക്ക് തരുമെന്ന് പറഞ്ഞപ്പോ പേടി. അതാ ഇലക്ട്രിക്കലാണത്. നിനക്ക് ഒരിക്കലും അത് സെൻസർ ബേസ്ഡ് ആയിട്ടാണ് ഓടുന്നത്. അത് ഒരിക്കലും മെക്കാനിക്കൽ പോലെ നീ ഇങ്ങോട്ട് ക്ലച്ച് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പൊങ്ങുന്ന പരിപാടി കിട്ടത്തില്ല ഇവിടെ. കാരണം പോപ്പ് ചെയ്യാൻ ക്ലച്ച് ഇല്ല. പക്ഷെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഓഫ് റോഡിക്ക് ജമ്പ് അടിക്കാം, സ്ലൈഡ് അടിക്കാം. ആ കാര്യത്തിൽ ഭയങ്കര കിടലായിരുന്നു. ഞാൻ ബാക്കിൽ ഇരുന്നപ്പോഴും ഒരു നല്ല സ്പീഡിൽ ഒരു കട്ടിങ് എടുക്കുക അറിയത്തില്ല, കയറി അങ്ങ് പോയി, അത്രേ ഉള്ളൂ. ഫ്രണ്ട് ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട് സസ്പെൻഷൻ നല്ല ഫീഡ്ബാക്ക്. ലൈക്ക് ഇപ്പോൾ ഹൈ സ്പീഡ് അത്രയും ആക്സിലറേറ്റ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഡിസ്ലറേറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ നിനക്ക് കയ്യിൽ നിന്ന് പോകുന്ന പോലെ ബൊബിൾ ആവുന്ന പോലെ ഫീൽ ഒന്നുമില്ല. ഫ്രണ്ടിന്റെ ബ്രേക്ക് പിടിക്കുമ്പോഴോ? ബ്രേക്ക് പിടിക്കുമ്പോൾ ഡൈവ് ഉണ്ട്, നല്ല ഡൈവ് അത്യാവശ്യമുണ്ട്. പക്ഷേ കയ്യിൽ നിന്ന് പോകത്തില്ല. നിനക്ക് അങ്ങനെ അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കോൺഫിഡന്റ് ആയിട്ട് നിർത്താം. എനിക്ക് ബാക്കിൽ ഇരുന്നപ്പോൾ ഒറ്റ കാര്യം ഫീൽ ചെയ്തോളൂ. സ്ലോ സ്പീഡ് കട്ടിങ് എടുത്തു കഴിഞ്ഞാൽ കട്ടിങ് എടുക്കുന്നു എന്നറിയും. ഹൈ സ്പീഡിൽ എടുത്തു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു. നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രണ്ട് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. എന്തിട്ട് കൊടുത്താലും അതങ്ങ് തിന്നുന്ന പോലെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഹാൻഡ്ലിംഗ് വൈസ് അടിപൊളിയാണ് വണ്ടി. നിങ്ങൾക്ക് സ്ട്രേറ്റ് ലൈൻ ആണെങ്കിലും അത്യാവശ്യം വളവ് എടുക്കുമ്പോഴാണെങ്കിലും ബ്രേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. ഒന്നും ഒരു അൺസ്റ്റേബിൾ ഫീൽ വരുന്നില്ല. ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ കൂടി ആ വെയിറ്റ് നിനക്ക് അത്രയും അറിയുന്നില്ല. ബാക്കിൽ ആളിരുന്നാലും അത്രയും വെയിറ്റ് ഫ്രണ്ടിൽ റൈഡറിന്റെ അടുത്തോട്ട് വരുന്നില്ല. പിന്നെ ആ ഒരു ഇൻസ്റ്റന്റ് ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിനക്ക് ഏത് സിറ്റുവേഷനകത്തൊന്നും ജസ്റ്റ് ഒന്ന് കൈ കൊടുത്താൽ മതി, വണ്ടി ലൈറ്റായി. ഒരു ലാഗും ഇല്ലാണ്ട് അവിടെ ടോർക്ക് കിട്ടും. നമുക്ക് പെട്ടെന്ന് 2 വണ്ടി ഓവർടേക്ക് ചെയ്യണം, ഇന്നാ പിടി, പെട്ടെന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ കുത്തിക്കയറണോ, അതും ചെയ്യാം. പിന്നെ മീറ്റർ കൺസോൾ ആണെങ്കിലും അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട്. അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്നുള്ളത് നമുക്ക് വണ്ടി കിട്ടിയിട്ട് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അടിപൊളിയാണ്. പക്ഷേ ഇത്ര ബെസൽ വേണ്ടായിരുന്നു. പിന്നെ ക്വാളിറ്റി അടിപൊളിയുണ്ട് വണ്ടിയുടെ, ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ്. പിന്നെ ഇത് ഇലക്ട്രിക് ആയാലും വേറെ സൗണ്ട് ഒന്നും ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഈ ബ്രേക്ക് പാഡ് തമ്മിലുള്ള ഇതിന്റെ സൗണ്ട്, സസ്പെൻഷന്റെ കിടുകിടുപ്പ് സൗണ്ട്, അതിപ്പം എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. പക്ഷേ ഈ എഞ്ചിനുള്ള വണ്ടികൾക്ക് എഞ്ചിൻ നോയ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ആ ഒരു ഫീൽ ഈ സാധനം നമ്മൾ സാധാരണ ന്യൂട്രൽ ഇട്ട് പോകുമ്പോൾ ഒരു പോക്ക് പോകുമല്ലോ, അതുപോലത്തെ ഒരു സൗണ്ടാണ് ഇതിന് കേൾക്കുന്നത്. പെയ്യെ പോകുമ്പോൾ മാത്രമാണ്. അത് പെയ്യെ ഒരു 40 ഉള്ളിൽ നമ്മൾ പോകുമല്ലോ. അത് പ്രത്യേകിച്ച് ഇതുപോലത്തെ ഇച്ചിരി പൊളിഞ്ഞ വഴി കൂടെ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സസ്പെൻഷന്റെ സ്വിങ് ആകുമ്പോൾ സസ്പെൻഷന് ചെയിൻ്റെ സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അതല്ല ഒരു 60 പോയി കഴിഞ്ഞാൽ അറിയത്തില്ല, കാരണം വിൻഡിന്റെ നോയ്സ് കൂടെ ഒക്കെ നടത്തില്ല. പിന്നെ അപ്പോൾ അതെല്ലാം മോട്ടറിന്റെ വൈനിങ് സൗണ്ട് കൂടെ കുറച്ചൊക്കെ വരും. അപ്പോൾ ഞാൻ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൗണ്ട് നൈസാണ്, കൊടുക്കാൻ രസമാണ്. ഇങ്ങനെ മറ്റേ സൂപ്പർ ചാർജറിന്റെ ഒക്കെ സൗണ്ട് അതും ആ ഒരു ആക്സലറേഷൻ ഫീലും കൂടെ നല്ല രസമുണ്ട്. 4 ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട്. ഒന്ന്, നിനക്ക് ഇതിൻ്റെ കൂടെ ഒരു കൊച്ചു മൊബൈലിൻ്റെ ചാർജർ കേബിളുണ്ട്. ആ കേബിൾ ഡയറക്റ്റ് ഇതിനകത്ത് കുത്തിക്കഴിഞ്ഞാൽ വണ്ടി തന്നെ ഫാസ്റ്റ് ചാർജിങ് മോഡ്യൂൾ ഇരിപ്പുണ്ട്. തുറക്കരുത്. ഇത് വലിയ ശല്യമായല്ലോ. അപ്പോൾ അത് നിനക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കുത്തി ചാർജ് ചെയ്യാം. അപ്പോൾ അതിന് എനിക്ക് ജസ്റ്റ് കേബിൾ മാത്രം കൊണ്ടുവന്നാൽ മതി, പെട്ടി കൊണ്ട് നടക്കണ്ട. പിന്നെന്ന് പറഞ്ഞാൽ നിനക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ സൂപ്പർനോവ ചാർജിങ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ മറ്റേ ചാർജിങ്ങിന്റെ കുന്തമുണ്ടല്ലോ, അത് കുത്തി കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അതാണോ ഫാസ്റ്റ് ചാർജിങ്? അത് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നിനക്ക് അല്ലാണ്ട് ആ പെട്ടിയോടുള്ള സാധനം കുത്താം. ഇനി അതിലേക്ക് കാറിന്റെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടല്ലോ, അതിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഇവർ ഒരു ലിങ്കേജ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ സാധനം ഉണ്ടെങ്കിൽ അതിലും കുത്തി ചാർജ്. അത് യൂണിവേഴ്സൽ ടൈപ്പ് ലിങ്ക്, അതൊരു യൂണിവേഴ്സൽ ടൈപ്പ്. നിനക്ക് കാറിന്റെ ചാർജിങ് സ്റ്റേഷൻസിൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. അത് ഫാസ്റ്റ് ചാർജിങ്. ആ സാധനം വേണം നിന്റെ ലിങ്ക് അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നിനക്ക് അതും കുത്തി ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെനിക്ക് ഈ വണ്ടിയെ തന്നെ മീൻസ് ഞാനിപ്പോൾ ബേസ് വേരിയന്റ് എടുക്കുവാണെങ്കിൽ തന്നെ എനിക്ക് അത് അപ്ഗ്രേഡ് ചെയ്ത് മേടിക്കാവുന്നതാണോ? അത് ആക്സസറി ആയിട്ട് വാങ്ങിക്കും. ഇതിന്റെ കൂടെ ആ കേബിൾ കിട്ടും. ഇതിനകത്ത് തന്നെ ചാർജിങ്ങിന്റെ സാധനം ഉണ്ട്. ആക്സസറി പറഞ്ഞപ്പോൾ ഇതിനകത്തൊരു കിടില ആക്സസറി വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ക്യാമറ, നൈസ്, വിത്ത് ഡിസ്പ്ലേ. റഡാർ ഉണ്ട്. റഡാർ വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. ഈ മിററെ കാണിച്ചു തരും സൈഡിൽ കൂടെ ആരെങ്കിലും കയറി വരുന്നുണ്ടായാലും. റഡാർ ഉണ്ട്. അത് 150 ഡിഗ്രി കവറേജ് ഹൊറിസോണ്ടലും 56 ഡിഗ്രി എന്തോ വെർട്ടിക്കലും കവറേജ് വരുന്നുണ്ട്. അപ് ടു 200 മീറ്റർ റേഞ്ചിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക്. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പം അടി തട്ടുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും അങ്ങനെ ഫേസ് ചെയ്യാം. നമ്മൾ രണ്ടുപേരും അത്യാവശ്യം സ്പീഡിൽ മറ്റേ വലിയ ഇതേ കൂടെ ഒക്കെ കയറിപ്പോയി, സീനൊന്നുമില്ല, നടി തട്ട് ഒഴുകിയാ പോകുന്നത്. പിന്നെ മാസ് സെൻട്രലൈസേഷൻ നൈസാണ്. നമുക്ക് ഇവിടെ ആയിട്ടാണ് വണ്ടിയുടെ ഒരുമാതിരി എല്ലാ വെയിറ്റും ഫീൽ ചെയ്യുന്ന ബാറ്ററി ഏരിയയിലോട്ട്. സോ നമുക്ക് ബാലൻസ്ഡ് ആണ് വണ്ടി. എണ്ണിച്ച് ഓടിക്കാനുള്ള സൂപ്പറാണ്. ഈ ഒരു വണ്ടിയിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇലക്ട്രിക്കിന്റെ പേരിൽ ഒരു റേഞ്ച് ആങ്സൈറ്റിയോ പേടിയോ ഇല്ലാത്തൊരു വണ്ടിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ വണ്ടിയും ഞാൻ 100 തവണ ആലോചിക്കും, ഇത്ര എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ചുറ്റുപാടുള്ള കാര്യമല്ലാതെ എനിക്ക് ലോങ് എങ്ങനെയും പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ വണ്ടിയിൽ അത് പറ്റും. അത് നമുക്ക് ആ ഒരു പേടിയില്ലാതെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. 1 hour കൊണ്ട് കണ്ട് ഫാസ്റ്റ് ചാർജിങ് ആവും. അത് ഇതുപോലത്തെ യൂണിറ്റ് പോയി 0 to 100 അല്ല, എല്ലാം 20 to 80 ആണ് ആ കണക്കുകളൊക്കെ വരുന്നത്. നമ്മളെപ്പോഴും ഓടിക്കുന്ന സമയത്ത് ആ 20ക്ക് താഴെ പോകാണ്ട് അങ്ങ് പോയാൽ മതി.
പെട്ടെന്ന് കയറും ബാക്കി. നോർമലി നമ്മൾ റിസർവ് ആകുമ്പോഴത്തേക്കും പെട്രോൾ അടിക്കുന്ന പോലെ ഉള്ളൂ ഇതും. അതെ, പക്ഷെ എന്നാലും ആ ഒരു ഇത് മൈൻഡ് സെറ്റ് മാറി വരുന്നുണ്ട്. 200-ന്റെ വാങ്ങിച്ചാലുള്ള പ്രശ്നമുള്ളൂ. 300 കിട്ടുന്നതിന് അത്യാവശ്യം ഇപ്പോൾ IDC 360 അത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും അത് എങ്ങനെയല്ലോ റിയൽ വേൾഡ് 310 കിട്ടുമായിരിക്കും. 50 കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല, എനിക്കും തോന്നുന്നില്ല. 310 ഇസ് എ ഡീസെന്റ് റേഞ്ച് ആണോ? അതല്ലേ പറഞ്ഞ് ഈ വണ്ടി എടുക്കുന്നവരാണെങ്കിൽ മാക്സിമം ടോപ്പ് എൻഡ് തന്നെ എടുക്കാൻ നോക്കുക. കളി നല്ല വിലയാണ്. നിങ്ങൾ ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള വണ്ടി മേടിച്ചിട്ട് ഒരു 5 വർഷങ്ങൾക്ക് ശേഷം മാറ്റാൻ ഉള്ള ഒരു സെറ്റപ്പ് നോക്കണ്ട. ഇതിലാണെങ്കിൽ 8 ലക്ഷം കിലോമീറ്ററും 8 വർഷം വാറണ്ടി, 8 വർഷം വാറണ്ടിയും തരുന്നുണ്ട്. 7 കിലോവാട്ടിന്റെ ആണെന്നുണ്ടെങ്കിൽ 5 വർഷവും 5 വർഷം 3 വർഷമാണ്. 5 വർഷമാണ്. പക്ഷേ അത് 8 നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 5 വർഷവും 1 ലക്ഷമോ? 5 വർഷം 1 ലക്ഷം കിലോമീറ്റർ, 1 ലക്ഷം കിലോമീറ്റർ വാറണ്ടി തരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അത് എങ്ങും നഷ്ടമായി പോയി എന്നുള്ള ഒരു ഇതിൽ വരുന്നത്. ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിനക്ക് അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കൊരു അത്യാവശ്യം കാണാം. എന്താണ് EMI ക്ക് തന്നെ എടുക്കുന്നത്? ഇല്ല, റെഡി ക്യാഷ് കൊടുത്തെടുക്കുന്നവരുണ്ട്. അങ്ങനെ പറയാതെ അല്ലെ ഞാൻ പറഞ്ഞ അങ്ങനെ ഇൻസൾട്ട് ഒന്നും ചെയ്യാതെ. ഇൻസൾട്ട് ചെയ്തതല്ല, പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, EMI ക്ക് എടുക്കുന്നവരാണെ പോലും ടോപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഡിപ്പെൻസ്, യൂസ് നോക്കി എടുക്കുക. നിങ്ങൾ ഈ സാധനം കൊണ്ട് ഡെയിലി ഓഫീസിൽ പോകാനും തിരിച്ചു വരാനും വീക്കെൻഡിൽ ഒരു 200 കിലോമീറ്ററിനുള്ള അല്ലെങ്കിൽ 150 കിലോമീറ്ററിനുള്ളിലുള്ളൊരു റൈഡ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ധാരാളമാണ്. പിന്നെ ഈ പറയുന്ന പോലെ സർവീസ് ചാർജ്, മെയിൻ്റെനൻസ് അതിലൊക്കെ ലാഭമാണ്. ഇതൊരു 100 രൂപയ്ക്ക് ചാർജ് ചെയ്ത ഈ സാധനം 300 കിലോമീറ്ററിന് അടുത്ത് ഓടും. ഒരു 250 കൂട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നീ പറ, ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നതിന് എത്ര ആവും? ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നതിന് 1000 രൂപ മിനിമം ആവും. 1000 രൂപയോ? എത്ര മൈലേജ് തരും നിനക്ക്? 35. ഇതിന്റെ പെർഫോമൻസ് വരുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 30 തൊട്ട് 35 റേഞ്ചിലേ കിട്ടത്തുള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്താ അവർക്കൊന്നും മനസ്സിലായില്ല? അവർക്ക് അതെന്താ മനസ്സിലായി? അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമല്ലോ. ഒന്നുമില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഇതിൽ വെറും 100 രൂപയ്ക്ക് ഇലക്ട്രിസിറ്റി അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് 300 കിലോമീറ്റർ പോകാൻ പറ്റും. അവിടെ നീ 300 കിലോമീറ്റർ പോകണമെങ്കിൽ 1000 രൂപയുടെ പെട്രോൾ അടിക്കണം. എപ്പോഴെങ്കിലും മനസ്സിലായി കാണത്തില്ല. മനസ്സിലായി. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇത് കുറച്ച് നാൾ വേണം കയ്യിൽ. ഒരു മിനിമം ഒരു 1 വീക്കെങ്കിലും കിട്ടിയാലേ ഇത് മര്യാദയ്ക്ക് ഇത് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സത്യം. ഇപ്പോൾ ഇത് ഒന്ന് ഓടിച്ചതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു തുരപ്പും ഒക്കെയാണ്. പക്ഷേ ബാഡ് പറയാനേ ഇല്ല. ബാഡ് പറയാനില്ല, അതാണ്. ഇപ്പം ബാഡ് പറയാനാണെങ്കിൽ എനിക്ക് ഈ ഒരു പാനൽ ഗ്യാപ്സ് മാത്രമേ ഉള്ളൂ എനിക്കിത് ബാഡായിട്ട് തോന്നിയത്. ഈ പാനൽ ഗ്യാപ്പ് അതായത് വണ്ടി വെൽ പാക്ഡ് ആണ്, പക്ഷെ അടുത്തൂടെ നോക്കി കഴിയുമ്പോഴത്തേന് നീ അങ്ങ് ഒട്ടിക്കതങ്ങ് കേട്ടോ. ആ പാനൽ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഉണ്ട് എല്ലാം കട്ട്സ് ആൻഡ് സ്കൂപ്സ് ഇവിടെ ഉണ്ട് കുറച്ച്. അതേ ഉള്ളൂ എനിക്കൊരു ഇത് കണ്ടോ. ഇപ്പോൾ 2000 ചില്ലുവാൻ ഓടിയ വണ്ടിയാണ് ഇത്, ടെസ്റ്റ് റൈഡ് വണ്ടിയാണ്. അപ്പോൾ അതായിട്ടുള്ളൂ എനിക്കൊരു ബാഡ് ആയിട്ട് ഫീൽ ചെയ്തത്. അല്ലാതെ എനിക്ക് വേറെ പിന്നെ സീനൊന്നുമില്ല. ഇതാണേലും സ്റ്റഡിയാണ്. അങ്ങനെ മീൻസ് പറഞ്ഞ അങ്ങനെ ഒത്തിരി അങ്ങനെ വേണ്ടി കുറ്റം പറയുന്നു അല്ലല്ല. പക്ഷേ അത് എനിക്ക് ഒരു അടുത്തുനിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പ്രോബ്ലമേ ഉള്ളൂ. ബാക്കിയൊന്നും സീനൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കാണുന്നവരും അൾട്രാ വയലറ്റിൽ നിന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടി വരണം. ഇതിനകത്ത് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതാണ്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യാനുണ്ട്. അത് ഈ ഒരു ടെറൈനിലല്ല, അത് പല സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ നോക്കേണ്ട കാര്യങ്ങളാണ്. അത് ഇങ്ങനെ ഒരു ഓടിയിട്ട് കിട്ടത്തില്ല. ഗിയർസ് പോലും അല്ല പ്രോപ്പർ ടെസ്റ്റ് റൈഡ് ഗിയേഴ്സിലാണ് നമ്മൾ. അല്ലേ, ഷൂ, ജീൻസ്, ടീഷർട്ട്. പിന്നെ ഷൂ ചെളിയാകത്തില്ല ഗിയർ ഇല്ലാത്തത് കൊണ്ട്. അതെ, നോട്ട് ദ പോയിന്റ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, അതല്ലേ ഉള്ളൂ. താങ്ക് യു.